കൊച്ചി വടുതലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ദമ്പതികളിൽ ഒരാൾ മരിച്ചു. ക്രിസ്റ്റഫറാണ് മരിച്ചത്. ഇയാളുടെ ഭാര്യയ്ക്കും പൊള്ളലേറ്റിരുന്നു. ദമ്പതികളെ തീ കൊളുത്തിയ ശേഷം അയൽവാസി വില്യംസ് തൂങ്ങി മരിച്ചിരുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എപ്പോഴാണ് ഇയാളുടെ മരണം സ്ഥിരീകരിക്കുന്നത്? നിലവിൽ ഇപ്പോൾ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? മനേഷ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അതായത് അയൽവാസിയായിട്ടുള്ള വില്യം എന്ന് പറയുന്ന ഒരാൾ അയൽവക്കത്ത് താമസിക്കുന്ന ക്രിസ്റ്റഫറിനെയും ഭാര്യയെയും സ്കൂട്ടറിൽ സഞ്ചരിക്കവേ തടഞ്ഞു നിർത്തി ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു. പിന്നീട് അവർക്ക് തീ കൊളുത്തുകയും ചെയ്തു. ഇതിൽ ഗുരുതരമായി ക്രിസ്റ്റഫറിനും ഭാര്യയ്ക്കും പൊള്ളലേറ്റിരുന്നു. ഇവരെ കൊച്ചിയിലെ തന്നെ ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം 6:02 ക്രിസ്റ്റഫർ മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ശരീരത്തിലാകമാനം 50% പൊള്ളലേറ്റിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വില്യംസ് ഇവരെ പൊള്ളലേൽപ്പിച്ച ശേഷം വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഇവരുടെ വില്യംസിൻ്റെ കുടുംബവും ഒപ്പം തന്നെ ക്രിസ്റ്റഫറിൻ്റെ കുടുംബവും രണ്ട് വീടുകളും അടുത്തടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ, ക്രിസ്റ്റഫറും വില്യംസും തമ്മിൽ നിരന്തരമായി പ്രശ്നങ്ങളും പതിവായിരുന്നു. ഈ വില്യംസ് നിരന്തരമായി ക്രിസ്റ്റഫറിനെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ് പരിസരവാസികളൊക്കെ പറയുന്നത്. ഈ തർക്കം പിന്നീട് ഇത്തരത്തിൽ വലിയ പൊള്ളലേൽപ്പിക്കലിലും ഒപ്പം തന്നെ തീകൊളുത്തലിലും എല്ലാം കലാശിക്കുകയായിരുന്നു. എന്തായാലും വില്യംസ് ഇവരെ തീകൊളുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ശരി, വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.